നീ വിചാരിച്ചതുപോലെ സത്യങ്ങൾ പുറത്തു വന്നാ പിന്നെ നിനക്ക് ഈ വീട്ടിൽ ഒരു സ്ഥാനവും ഉണ്ടാകില്ല മഞ്ജരി. ഈ വീടിന്റെ പരിസരത്തേക്ക് പോലും നിനക്കൊന്ന് എത്തി നോക്കാൻ പറ്റിയെന്ന് വരില്ല. മോം പ്ലീസ് മോം, അല്ലെങ്കിൽ തന്നെ ഞാൻ ആകെ ടെൻഷനിൽ നിൽക്കുക. എന്നെ കൂടുതൽ പേടിപ്പിക്കരുത്. എനിക്ക് നിന്റെ സന്തോഷം മാത്രമേ വേണ്ടൂ മഞ്ജരി. ഇങ്ങനെ പ്രശ്നങ്ങൾക്കിടയിൽ കിടന്ന് ഉഴലുന്നത് എന്തിനാ എന്റെ മോളെ? എനിക്കിപ്പോ താഴെ എന്താ നടക്കാൻ പോകുന്നതെന്ന് ആലോചിക്കുമ്പോ മനസ്സിനകത്ത് എന്തൊരു ആദിയാണെന്ന് അറിയാമോ? അരുണിമയുടെ ദേഷ്യം എന്താണെന്ന് അറിയാലോ. അവരെല്ലാം ചുട്ട് കരിച്ചു കളയും. എനിക്ക് വയ്യ എന്റെ മോളെ. ആതിരെ, നീയും പേടിച്ച് ഞങ്ങളെയും കൂടെ പേടിപ്പിക്കരുത്. നമുക്ക് എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടെത്താന്നേ. ഈ സമയത്ത് ഇനി എന്ത് പരിഹാരം ഉണ്ടാക്കാനാ? ആ ഡോക്ടർ വന്ന് സത്യം തുറന്നു പറഞ്ഞാലല്ലേ എല്ലാവരും സത്യം അറിയാൻ പോന്നെ. ആ ഡോക്ടർക്ക് വീട്ടിലേക്ക് വരാൻ കഴിഞ്ഞില്ലെങ്കിലോ പ്രശ്നം വലിയൊരു ചോദ്യചിഹ്നമായി അവസാനിച്ചോളൂ. ഇത്രയൊക്കെ പേടിക്കേണ്ട കാര്യം ഉണ്ടെന്ന് തോന്നില്ല ആതിരെ. അതും ശരിയാ ആന്റി. ചെറിയമ്മ പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് തന്നെയാ എനിക്കും തോന്നുന്നത്. ആ ഡോക്ടർ മേഘനയോടൊപ്പം നമ്മുടെ വീട്ടിലേക്ക് വരാൻ പാടില്ല. അവിടെ കൊണ്ട് തീർന്നോളൂല്ല. എന്നാ ഇനി വൈകിപ്പിക്കണ്ട, എല്ലാരും വന്നേ. കമോൺ. ജയദേവ, ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ട് പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരം കിട്ടുമെന്നാണോ നിന്റെ വിചാരം മോനെ? അങ്ങനെയല്ലമ്മേ. ഈ എൻഗേജ്മെന്റ് നടത്താതിരിക്കാൻ എന്താ വഴിന്ന് നോക്കുമായിരുന്നു. ഇതെങ്ങാനും നടന്നാ പിന്നെ മേഘനയുടെ ജീവിതം പിന്നെ എന്നേക്കുമായി തകർന്ന് തരിപ്പണമാകും. വല്യച്ഛ, ഇവിടുത്തെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മളെ കൊണ്ട് ഈ ചടങ്ങ് നിർത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ജേട്ടാ, പോറ്റിയോട് ഇന്നലെ വരാൻ പറഞ്ഞത് ഇതുവരെ എത്തിയില്ലേ? ഇതുവരെ വന്നില്ലല്ലോ അരുണിമേ. മോളെ മേഘനെ, നീ ഇത്രയും നേരം എവിടെ പോയതാ? ഈ ഡോക്ടറെ വിളിച്ചോണ്ട് വരാൻ വേണ്ടി പോയതായിരുന്നു വെച്ചാ. ഡോക്ടർ? ഇപ്പൊ ഡോക്ടർ ഇവിടെ വരേണ്ട കാര്യം എന്താ? ഇവരെ ഇപ്പൊ ഇവിടുത്തെ പ്രധാന കഥാപാത്രം. ഇവര് പറയാൻ പോകുന്ന വാക്കുകളിലൂടെയാ ഇവിടെ നടക്കുന്ന പ്രശ്നങ്ങളുടെ എല്ലാം ഉത്തരം കിട്ടാൻ പോകുന്നത്. ആദ്യം നിനക്ക് എന്താ പറയണ്ടേന്ന് വെച്ചാ അതങ്ങ് പറഞ്ഞൂടെ? പറയാമ്മേ, നിങ്ങളെല്ലാവരും വിചാരിക്കുന്നത് പോലെ മഞ്ജരി ആത്മഹത്യ ശ്രമമൊന്നും നടത്തിയിട്ടില്ല. അങ്ങനെ വരുത്തി തീർക്കാൻ വേണ്ടി അവൾ നാടകം കളിക്കായിരുന്നു. പത്രത്തിൽ വന്ന വാർത്തയുടെ പേരിൽ അവളുടെ ജീവിതം തന്നെ വേണ്ടെന്ന് വെച്ചു എന്നുള്ള രീതിയിൽ എല്ലാവരെയും വിശ്വസിപ്പിക്കാൻ വേണ്ടി അവളൊരു നാടകം നടത്തുമായിരുന്നു. നീ എന്തൊക്കെയാ പറയുന്നത് മേഘനെ? സത്യമാണ് മിഥുനേട്ടാ, അവള് വിഷം കഴിച്ചു എന്നുള്ള രീതിയിൽ അഭിനയിക്കുകയായിരുന്നു. ജീവൻ കളയെന്ന് പറഞ്ഞ് നിങ്ങളെല്ലാവരെയും പേടിപ്പിച്ചതാ. എല്ലാവരുടെയും കണ്ണിൽ പൊടിയിട്ട് അവളുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ അവൾ നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു അതെല്ലാം. അതിന്റെ യഥാർത്ഥ വിവരങ്ങൾ അറിയാവുന്നത് ഈ ഡോക്ടർക്ക് മാത്രമാണ്. പറയൂ ഡോക്ടറെ, സത്യം നിങ്ങൾ വേണം ഇവിടെ എല്ലാവരോടും പറയാൻ. സത്യങ്ങളുടെ ബലത്തിലാണ് ഇവിടെ നടക്കുന്ന കുറ്റകൃത്യങ്ങൾ തെളിയിക്കപ്പെടേണ്ടത്. ഒന്ന് പറയൂ ഡോക്ടർ. ഞാൻ എന്ത് കാര്യം പറയേണ്ടത് മേഘനെ? സത്യം തുറന്നു പറയണോ അതോ നീ എന്നെ കൊണ്ട് പറയിപ്പിക്കാൻ ശ്രമിക്കുന്ന നുണയോ? എന്ത് പെട്ടെന്ന് ഇങ്ങനെയൊക്കെ പറയുന്നേ?
മഞ്ജരി വിഷം കഴിച്ചിട്ടില്ല എന്നുള്ള സത്യം തുറന്നു പറയൂ. അവർക്ക് നിങ്ങൾ ചികിത്സയൊന്നും നടത്തിയിട്ടില്ല എന്നുള്ള കാര്യവും പറയൂ. ഇത് തന്നെയാണ് പ്രശ്നം. ഇവിടെ നടക്കുന്ന ഈ എൻഗേജ്മെന്റ് തടസ്സപ്പെടുത്താൻ ഇവരെന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടി എന്നെ ഭീഷണിപ്പെടുത്തി ഇവിടേക്ക് കൊണ്ടുവരുമായിരുന്നു. ഞാൻ നുണ പറയില്ല എന്ന് ഇവരോട് പറഞ്ഞിരുന്നു. ഇനിയൊരു പക്ഷെ ഞാൻ ഇവരുടെ കൂടെ വന്നില്ലായിരുന്നെങ്കിൽ മറ്റേതെങ്കിലും വഴിയിലൂടെ ഇവർ ഈ നിശ്ചയം മുടക്കൂന്നുള്ളത് ഉറപ്പാണ് മാഡം. അതുകൊണ്ടാ സത്യാവസ്ഥ എന്താണെന്ന് തുറന്നു പറയണമെന്നുള്ള നല്ല മനസ്സോടുകൂടി ഞാൻ ഇവരോടൊപ്പം വന്നത്. ഞാനിപ്പോ പറയുന്നതാ സത്യം. അന്ന് മഞ്ജരി കൺസ്യൂം ചെയ്തത് മാരകമായ വിഷം തന്നെയായിരുന്നു. അവരെ ചികിത്സിച്ച് ഭേദമാക്കിയത് ഞാൻ തന്നെയാണ്. ആ സത്യങ്ങളെ മറച്ചുകൊണ്ട് നിങ്ങളോട് നുണ പറയണമെന്ന് ഇവരെന്നെ ഭീഷണിപ്പെടുത്തുമായിരുന്നു. എനിക്കിതേ പറയാനുള്ളൂ. ഇനിയെല്ലാം നിങ്ങൾ നോക്കിക്കൂ. എടി മേഘനെ, തീക്കട്ടയാണോ ഉറുമ്പരിക്കാൻ നോക്കുന്നേ? എന്തിനാ നീ ഇങ്ങനെ കഥയൊക്കെ മാറ്റി പറയുന്നു മേഘനെ? ഇനി അധികകാലം നിനക്ക് ഇവിടെ ഇല്ലെന്നുള്ളത് അറിയാലോ. പിന്നെ ഇവിടെയുള്ളവരാരും ഈ ജന്മം നിന്നെ കാണാനും ഇഷ്ടപ്പെടുന്നില്ല. സ്വന്തം കാര്യം നോക്കാതെ ആടിനെ പട്ടിയാക്കി പട്ടി ആടാക്കാൻ നോക്കുന്നോ? അങ്ങനെയൊന്നും അല്ല അമ്മ. ആ ഡോക്ടർ വാക്ക് മാറ്റി പറയായിരുന്നു. ഇവിടത്തെ കാര്യങ്ങൾ അലങ്കോലാക്കാൻ വേണ്ടി നീ കണ്ടുപിടിച്ച ഈ പുതിയ മാർഗം അതിഗംഭീരമായിരിക്കുന്നു. അവരെ ഭീഷണിപ്പെടുത്തിയതാന്ന് അവര് തന്നെ ഇവിടെ പറഞ്ഞത് നീ കേട്ടില്ലേ? നീ എന്തിനാ ഇങ്ങനെ മനുഷ്യന്മാരെ പറ്റിക്കാൻ നടക്കുന്നേ? അങ്ങനെയൊന്നും പറയല്ലേ മിഥുനേട്ടാ. ഞാൻ പറയുന്നത് സത്യ. എന്നെ ഒന്ന് വിശ്വസിക്ക്. ഇനി എന്ത് കാര്യത്തിലാ ഞാൻ നിന്നെ വിശ്വസിക്കണ്ടേ? ഓരോ ദിവസവും ഓരോ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ട് വന്നോളൂ. ഇതിന്റെ പേരിലല്ലേ നിന്നെ ഇവിടെ എല്ലാരും വെറുത്തു പോകുന്നേ? എന്നിട്ട് നീ ഒരു പാഠം പഠിക്കാത്ത എന്താ? നിന്റെ ഇത്തരം പ്ലാനിങ്സ് ഒന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല. സ്വന്തം കാര്യം നോക്കി ഒരു മൂലയ്ക്ക് ഇരിക്കാനുള്ളതിന് എന്ത് നേടിയെടുക്കാൻ വേണ്ടിയാ നീ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു കൂട്ടുന്നേ? ചേച്ചി, ഇവിടെ വാക്ക് തന്നിരുന്നല്ലേ ഈ നിശ്ചയത്തിന്റെ കാര്യത്തിൽ യാതൊരു പ്രശ്നവും ഉണ്ടാക്കില്ല എന്ന്. എന്നിട്ട് ആ വാക്ക് തെറ്റിച്ചോണ്ട് ഇവള് കളിച്ച കളി കണ്ടില്ലേ? ചേച്ചിയുടെ വാക്കുകൾക്ക് വിലയില്ലാത്തോണ്ടല്ലേ ഇവളീ കുടുംബത്തെ ഇങ്ങനെ തകർക്കാൻ ശ്രമിക്കുന്നത്? ചെറിയമ്മ പറഞ്ഞതിന് വല്ല മറുപടി ഉണ്ടോ നിന്റെ കയ്യില്? മോമിന്റെ വാക്കുകൾക്ക് ഒരു അല്പം വില നീ കൽപ്പിച്ചിരുന്നെങ്കിൽ നീ ഒരിക്കലും ഇതുപോലെ പെരുമാറില്ലായിരുന്നു. പക്ഷെ നീ ഇപ്പൊ ഈ കാണിച്ച അതിസാമർത്ഥ്യം നിന്റെ കുഴി തന്നെയാ തോണ്ടിയത്. ഇവിടെ എന്റെ മോമിന്റെ വാക്കുകളെ മറികടക്കാൻ ഒരാൾക്കും അധികാരമില്ല. അവസാനമായിട്ട് ഞാൻ നിന്നെ താക്കീത് ചെയ്യാ. വീണ്ടും ഈ കാര്യത്തിൽ ഇടപെടാൻ നിൽക്കരുത്. ഈ നിശ്ചയം അതിന്റെ വഴിക്ക് നടന്നോട്ടെ. അല്ലെ ഞാൻ ഇവിടെ പിന്നുണ്ടാവില്ല. അരുണിമേ, കാരണമില്ലാതെ മേഘന ഒന്നും ചെയ്യാറില്ല. അവൾക്ക് പറയാനുള്ളത് എന്താണെന്ന് കൂടി കേൾക്ക്. ഒരു തർക്കത്തിനും വിശകലനത്തിനുള്ള സമയം ഇവിടെയില്ല. അതിനുള്ള മാനസികാവസ്ഥയും ഇവിടെ ആർക്കുമില്ല. അവൾ ആരാണെന്നുള്ള കാര്യം തെളിഞ്ഞതാ. അവള് പറയുന്നത് കേട്ട് ഇനി ആരും അവളെ തലക്കേറ്റി വെക്കാൻ പോകുന്നില്ല. അവസാനായിട്ട് എല്ലാവരോടും പറയാ, ആരുടെയും കൗശലങ്ങൾക്കും കുതന്ത്രങ്ങൾക്കും വഴങ്ങിക്കൊണ്ട് തീരുമാനങ്ങൾ മാറ്റാൻ ഞാൻ തയ്യാറല്ലെന്നോർത്തു.
ചേച്ചി, ഡോക്ടർ വരുന്ന കണ്ടപ്പോ എല്ലാത്തിനും പരിഹാരമായിന്ന കരുതിയെ. പക്ഷെ ഒടുവിലെല്ലാം ചേച്ചിക്ക് നേരെ തിരിഞ്ഞല്ലോ. ഇവിടെയുള്ളവരുടെ കണ്ണും ചെവിയും മനസ്സും എല്ലാം കറുത്ത തുണി കൊണ്ട് മൂടിയിരിക്കാം. അവിടെ സത്യങ്ങൾ തെളിയിക്കാനാവില്ല. അവർക്കൊന്നും കാണാനുള്ള കഴിവില്ല. ആകെ ഉണ്ടായിരുന്ന ഒരു ചാൻസ് നഷ്ടപ്പെട്ടല്ലോ ചേച്ചി. എന്തിനാ ദൈവം നമ്മളെ ഇങ്ങനെ പരീക്ഷിക്കുന്നേ? ദുഷ്ടരെയാണല്ലോ ദൈവം ഇങ്ങനെ പന പോലെ വളർത്തിക്കൊണ്ടിരിക്കുന്നേ. ഇനി ഇക്കാര്യത്തിൽ നമുക്കൊന്നും ചെയ്യാനാവില്ല ചേച്ചി. യു ആർ ഗ്രേറ്റ് മേഘ്നെ. ഞാൻ വിഷം കഴിച്ചില്ലെന്നുള്ള കാര്യം നീ കണ്ടുപിടിച്ചു കളഞ്ഞല്ലോ. അവിടെ കൊണ്ട് നിർത്താണ്ട് സത്യം തെളിയിക്കാനാണെന്നും പറഞ്ഞ് ചാടിത്തുള്ളി പോയിട്ട് എന്തായി? പാവം, ഈ വീരവനിതയുടെ ചുവടുകളെല്ലാം തുടക്കത്തിൽ തന്നെ പിഴക്കിയാണല്ലോ. ഈ നിശ്ചയം മുടക്കാൻ നീ നടത്തിയ ശ്രമം തുടങ്ങും മുമ്പേ അവസാനിച്ചിരിക്കുന്നു. നിനക്ക് ഊഹിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ഞങ്ങൾ കരുക്കൾ നീക്കിയപ്പോ നിന്റെ തലയ്ക്ക് വെളിവില്ലാണ്ടായി. അത് കാണുമ്പോ ഞങ്ങൾക്ക് നല്ല രസമുണ്ട്. ചെറിയൊരു രഹസ്യം കണ്ടുപിടിച്ചതും ആശുപത്രിയിലേക്ക് പാഞ്ഞെത്തി. പിന്നെയോ ആ ഡോക്ടർ എഴുന്നള്ളിച്ചോണ്ട് ഇങ്ങോട്ട് വന്നു. ഒത്തിരി കഷ്ടപ്പെട്ടു കാണോ അല്ലേ? എന്ത് ചെയ്യാനാ? ഫലം കാണാത്ത നിന്റെ പ്രയത്നങ്ങളെ പരാജയപ്പെടുത്തിയത് ആരാണെന്നറിയോ? ഞാൻ തന്നെയാ. ഇവിടെ ഉള്ളവരെ ചെറുതായിട്ടൊന്ന് വരട്ടാനാ ഞാൻ വിഷം കഴിച്ച പോലെ അഭിനയിച്ചത്. അതിനാ ഡോക്ടറുടെ സഹായവും തേടി. പക്ഷെ എവിടെയെങ്കിലും ഒന്ന് പിഴച്ചാൽ പിന്നെ അതിന്ന് രക്ഷപ്പെടാനുള്ള മാർഗവും ഞാൻ കരുതിയിട്ടുണ്ടാവില്ലേ? കയ്യിൽ കിട്ടുന്ന ഒരു തുരുമ്പ് പോലും ആയുധമാക്കാൻ നീ ശ്രമിക്കുമെന്നറിയാത്ത വിധം ഞാനൊരു മരമണ്ടിയാണെന്ന് കരുതിയോ? എന്നെ അപായപ്പെടുത്താൻ വേണ്ടി നീ ഏതറ്റം വരെ പോകുമെന്ന് എനിക്കറിയാം. ചുരുളുകളുടെ ഒരറ്റം കിട്ടിയ ഏതൂരാ കൊടുക്കും നീ ഊരിയെടുക്കും. അതറിഞ്ഞോണ്ടാ നീ ഇങ്ങേ അറ്റത്തെത്തും മുമ്പ് ഡോക്ടറെ ഞങ്ങൾ എപ്പോഴോ പാട്ടിലാക്കി വെച്ചത്. ആ ഡോക്ടർ പറഞ്ഞ ഒരു നുണ കൊണ്ട് നിന്റെ സ്ഥാനം ഇപ്പൊ ഈ വീട്ടിലെ ചവറ്റുകുട്ടയിലേക്ക് പതിച്ചിരിക്കുക. പക്ഷെ ആ പരട്ട ഡോക്ടറെ പാട്ടിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടിയെന്ന് മാത്രം. അതുകൊണ്ടാണല്ലോ ഞാൻ പഠിപ്പിച്ചു കൊടുത്ത വലിയൊരു നുണ തത്ത പറയും പോലെ അവരോട് അവതരിപ്പിച്ചേ. ഇപ്പൊ നിന്റെ കാലിന്റെ അടിയിലെ മണ്ണുകൾ മുഴുവൻ ഊർന്നിറങ്ങിക്കൊണ്ടിരിക്കുക. ഇനി അധിക കാലം നിനക്ക് പിടിച്ചു നിൽക്കാനാവില്ല. മഞ്ജരി, നിന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി എന്റെ ചേച്ചി നീ കൊലയ്ക്ക് കൊടുക്കുക. നിന്റെ മോഹങ്ങൾ നേടാൻ വേണ്ടി ഒരു പാവ സ്ത്രീയുടെ ജീവിതമാണ് നീ കുരുതി കൊടുക്കാൻ പോകുന്നത്. ഇവിടെ ആർക്കാച്ചാരും സ്വാർത്ഥത ഇല്ലാത്തത്? ഡിവോഴ്സിന് എഴുതി കൊടുത്തിട്ടും ഇപ്പോഴും മിഥുന്റെ പുറകെ അള്ളി പിടിച്ച് നടക്കുന്നവൾക്ക് സ്വാർത്ഥതയില്ലേ? ഇവളെ കാണും മുമ്പ് ഞാനും മിഥുനും പ്രണയത്തിലായിരുന്നെന്നും കല്യാണം കഴിക്കാനിരുന്നവരായിരുന്നെന്നും അറിഞ്ഞിട്ട് ഇവൾക്ക് വിട്ടുപോകാൻ തോന്നിയോ? അതിൽ സ്വാർത്ഥത ഇല്ലേ ചാരു? ഇതെന്റെ ജീവിതത്തിന് വേണ്ടിയുള്ള പോരാട്ടമാ. എന്റെ ആഗ്രഹങ്ങൾക്കൊത്ത നല്ലൊരു ഭാവി പടുത്തുയർത്താനുള്ള ശ്രമം. അതിനിടയ്ക്ക് കേറി നിന്റെ ചേച്ചി അത് തകർക്കാൻ ശ്രമിക്കുന്നത് സ്വാർത്ഥതയല്ലെന്ന് പറയാനാവോ? എനിക്ക് സ്വാർത്ഥതയുണ്ടെങ്കിൽ ഇവള് കാണിക്കുന്നതും സ്വാർത്ഥത തന്നെയാ. നിനക്ക് പ്രസംഗിക്കാൻ നല്ല കഴിവാ. മറ്റൊരാളുടെ ജീവിതം തട്ടിത്തെറിപ്പിക്കാൻ ശ്രമിക്കുന്നത് സ്വാർത്ഥതയാണെന്ന് നിനക്ക് തോന്നുന്നില്ലേ? നിന്റെ മോഹങ്ങൾ പൂവണിയുന്നതിന് വേണ്ടി ഒരു കുടുംബത്തെ നീ ഇങ്ങനെ ചീറ്റ് ചെയ്യുന്നത് സ്വാർത്ഥതയാണെന്ന് തോന്നുന്നില്ലേ? പറയേ. സ്വാർത്ഥതയാണ്. എന്റേത് പൂർണ്ണമായി സ്വാർത്ഥത തന്നെയാ. അത് കേട്ടാ മതി. ചില ന്യായീകരണങ്ങൾ പറഞ്ഞതുകൊണ്ട് നീ ചെയ്യുന്ന തെറ്റുകൾ ശരിയാവണമെന്നില്ല. എത്ര മിടുക്കോടെ നീ കരുക്കൾ നീക്കിയാലും നിന്റെ ഈ അതിമോഹം നിറവേറാൻ പോകുന്നില്ല. കാതലിലും ചിതലരിക്കും. നിന്റെ ഈ വിജയവും താൽക്കാലികം മാത്ര. ഒരു കാര്യം, നിന്റെ ഈ നാടകങ്ങളും നുണകളുമെല്ലാം
നിന്റെ ചുറ്റിലും ഒരു മുൾവേലിയായി മാറി ഇന്നല്ലെങ്കിൽ നാളെ ഒരു നാൾ നിന്നെ തന്നെ വരിഞ്ഞു മുറുക്കി കെട്ടിവെച്ച് എന്റെ കാൽച്ചുവട്ടിൽ കൊണ്ടുവന്നിടും. എന്റെ ബുദ്ധി നിനക്കളക്കാനാവില്ല മേഘനെ. ഏതൊരവസ്ഥയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടണം എന്നുള്ളതും ഏത് സാഹചര്യത്തെയും എനിക്ക് അനുകൂലമായി മാറ്റാനും എന്നെ ആരും പഠിപ്പിക്കണമെന്നില്ല. അതൊക്കെ പോട്ടെ മേഘനെ. ഇപ്പൊ എന്റെ നിശ്ചയത്തിന്റെ ഹാങ് ഓവറില ഞാൻ. ആ മൂടിനി നിന്നോട് സംസാരിച്ച് കളയാൻ താല്പര്യമല്ല എനിക്ക്. ആന്റി, നമുക്ക് പോവാം. മഞ്ജരി, നീ എന്താ ഇപ്പൊ പറഞ്ഞേ? ആ ഡോക്ടർ പറഞ്ഞത് നുണയാണെന്ന് നിനക്ക് അറിയാമായിരുന്നോ? അവരെ നീ നേരത്തെ ചട്ടം കിട്ടിയിരുന്നോ? പിന്നെ അല്ലാണ്ട് എന്താ മോം, അത്രയും വലിയൊരു തെറ്റ് ചെയ്തിട്ട് ഒന്നും ചിന്തിക്കാതെ വെറുതെ അങ്ങ് വിട്ടുകളയും തോന്നിയോ? പിന്നെ ആ ഡോക്ടർ വരുന്നുണ്ട്, സത്യം എല്ലാം തുറന്നു പറയും, പിന്നെ നിന്റെ ജീവിതം തന്നെ തകർന്നു പോവെന്ന് അവിടെ നിന്ന് പെടയുന്നുണ്ടായിരുന്നല്ലോ. ഡോക്ടർ എന്നേ എന്റെ പിടിയിലായതാ. അവർക്കിനി വേറെ നിർവാഹമില്ല. ഞാൻ പറഞ്ഞത് അവര് ചെയ്യൂ. എന്നാലും മേഘനയുടെ വാക്ചാതുര്യത്തെക്കുറിച്ചും എനിക്ക് അറിയാമായിരുന്നു. ഏതൊരു വ്യക്തി അവളുടെ മുൻപിലെത്തിയാലും അവൾ അവരെ അവളുടെ പാട്ടിലാക്കിയെടുക്കും. മനോഹരമായ വാക്കുകൾ കണ്ട് ഏതു മനസ്സും അലിയിച്ചെടുക്കും. അതുപോലെ ഈ ഡോക്ടറുടെ കാര്യത്തിലും അവളുടെ നിഷ്കളങ്കമായ ഇടപെടലിലൂടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമെന്നൊരു പേടിയുണ്ടായിരുന്നു. ആ ഡോക്ടർ കാലുവാരി പാർട്ടി മാറുമെന്ന് എനിക്കും ടെൻഷൻ ഉണ്ടായിരുന്നു. ഭാഗ്യവശാൽ അവരെന്റെ ചൊൽപ്പടിയിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. ഞാൻ പറഞ്ഞു കൊടുത്തതാണ് അവരിവിടെ അവതരിപ്പിച്ചത്. എന്തൊക്കെയാണോ ഇതൊക്കെ? ഒരു ചെറിയ തെറ്റ് മറയ്ക്കാൻ തുടങ്ങി ഇപ്പൊ തെറ്റുകൾക്ക് മേൽ തെറ്റാ നീ ചെയ്യുന്നു. നിന്റെ വ്യക്തിത്വം തന്നെ മാറിപ്പോയിരിക്കുന്നു. തിന്മകൾ നിന്റെ മനസ്സിനെ ആവരണം ചെയ്തിരിക്കുന്നു. നിന്റെ പഴയ പ്രണയം നിലനിർത്താൻ വേണ്ടി ഇത്രയും കുറ്റകൃത്യങ്ങൾ ചെയ്യണോ? നിന്റെ ഈ കുബുദ്ധിയുടെ പേരിൽ ഇനി എന്തൊക്കെയാണോ നീ അനുഭവിക്കാൻ പോകുന്നത്? എനിക്ക് പേടിയാവുന്നു. ആതിരേ, തൽക്കാലം പ്രശ്നത്തിൽ നിന്ന് നമ്മളെ രക്ഷപ്പെട്ടില്ലേ? ഇനി വരുന്നിടത്ത് വെച്ച് കാണാം. ഞാനുള്ളപ്പോ നീ എന്തിനാ പേടിക്കുന്നത്? ഇതെല്ലാം ഞങ്ങൾ നോക്കിക്കോളാന്ന് പറഞ്ഞില്ലേ? നീ ഇനിയിപ്പോ ഒന്നും പറയണ്ട. നീ എങ്ങോട്ട് വന്നേ? കം ഓൺ മോം, നടക്ക്. എനിക്ക് വയ്യ ചേച്ചി. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ടും അവസാനം എല്ലാം വെള്ളത്തിലായില്ലേ? ചേച്ചിയുടെ പരിശ്രമങ്ങളെല്ലാം ഈ കുടുംബത്തെ രക്ഷിക്കാനാണെന്ന് അവര് മനസ്സിലാക്കുന്നില്ലല്ലോ. എന്നാലും ഈ വീട്ടിലെ ഒരു വിഭാഗം ആൾക്കാര് ഇവിടെ കുതന്ത്രങ്ങൾ മെനയുമ്പോ അമ്മയും അച്ഛനും മാത്രം എന്താ ഒരു കാര്യം അറിയാത്തത്? അവരത്രയ്ക്ക് ബുദ്ധിയില്ലാത്തവരാണോ ചേച്ചി? കുടുംബാംഗങ്ങളോടുള്ള വിശ്വാസം അവരുടെ കണ്ണുകളെ മൂടിക്കെട്ടിയിരിക്കുക. ആ കെട്ടഴിഞ്ഞ് താഴെ വീഴുന്നത് വരെ സത്യം അവരുടെ കണ്ണുകളിൽ തെളിയില്ല.